ഒരു നല്ല പുസ്തകം 1000 തവണ ആവർത്തിച്ച് വായിക്കുന്നതാണ് ഏതെങ്കിലും 1000 പുസ്തകങ്ങൾ വായിച്ച് തള്ളുന്നതിനേക്കാൾ നല്ലത്. പക്ഷേ തിരഞ്ഞെടുക്കുന്ന ആ പുസ്തകം കുറ്റമറ്റതും സത്യപൂർണവുമാകാൻ ശ്രമിക്കണം. മലയാളികളായ വിശ്വാസികൾക്ക് സമ്മാനിക്കാൻ ഇതിലേറെ എന്തുണ്ട് എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. കക്കാട് മുഹമ്മദ് ഫൈസി പ്രവാചകരെക്കുറിച്ച് രചിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ 3ാം വാള്യം ഇന്നിവിടെ പ്രകാശിതമാകുമ്പോൾ അത് ഈ റബീഉൽ അവ്വൽ മാസത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമായിക്കൊണ്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തിട്ടുണ്ട്, ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു പുസ്തകം എൻ്റെ ജീവിതത്തിൽ കടന്നു വരാനില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. കക്കാട് മുഹമ്മദ് ഫൈസി അദ്ദേഹം 2004 തുടങ്ങിയ രചന, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആലോചനകളും ഒക്കെ പിന്നീട് രചനയിലൂടെ മലയാളിക്ക് അദ്ദേഹം സമ്മാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായൊരു പുസ്തകം മലയാളത്തിലില്ല എന്നുള്ള ഒരു കണ്ടെത്തലിൽ നിന്നും അത് തൻ്റെ ജീവിതത്തിൽ അത് സാധ്യമാവണമെന്ന് ആഗ്രഹിക്കുകയും ആ അടങ്ങാനാവാത്ത ആഗ്രഹം രചനയിൽ മാത്രം അർപ്പണബോധത്തോടു കൂടി നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ വിപ്ലവമാണ് ഇത് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്.